Hello friends, I am Dr. Rajesh Kumar. നന്നായിട്ടൊന്ന് കുളിച്ച് ശരീരം ശുദ്ധിയായി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ബഡ്സ് ഉപയോഗിച്ച് ചെവി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇരു ചെവിയും ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് അകത്തുള്ള വേസ്റ്റും വാക്സും എല്ലാം ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മൾ മലയാളികൾക്ക് ശുചിയായി എന്നൊരു വിശ്വാസമുള്ളൂ. ഇത് മാത്രമല്ല, പലപ്പോഴും ചെവിക്കകത്ത് ഇറങ്ങിയിട്ടുള്ള വാക്സ് പോകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ബഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ബഡ്സ് സ്റ്റോക്ക് ഉണ്ടാവും. പലപ്പോഴും മുതിർന്നവർ ചെവിയിൽ ഇങ്ങനെ ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് കുട്ടികൾ ഇതെടുത്ത് വെച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. പലപ്പോഴും ബഡ്സ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെവിത്തോണ്ടിയോ പിന്നോ ഈർക്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ പെൻസിലിന്റെ അറ്റം വരെ ഉപയോഗിച്ച് നമ്മൾ ചെവിയിട്ട് കുത്താറുമുണ്ട്. യഥാർത്ഥത്തിൽ ചെവിയിൽ നമ്മൾ ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന അബദ്ധങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുകയും തിരികെ എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണ്. നമ്മുടെ ചെവിയിൽ നമുക്ക് ഏറ്റവും ഉള്ളില് വൈബ്രേറ്റ് ചെയ്യുന്ന കർണപടം അഥവാ ടിംബാനം എന്ന് പറയുന്ന നേർത്ത ഒരു മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ, ഈ സ്ഥലം അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ഈ പറയുന്നതെല്ലാം കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ചെവിയുടെ ഈ കനാൽ എന്ന് പറയുന്നത് മാംസം കൊണ്ട് നിർമ്മിച്ച് ഉള്ളിലേക്ക് മുന്നിലേക്ക് വളഞ്ഞു പോകുന്ന ഒരു ചെറിയ ഒരു കുഴലാണ്. ഇതിന്റെ ഏറ്റവും ഉൾവശത്താണ് ഈ കർണപടം അഥവാ ഇയർ ഡ്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഉള്ളിൽ കൊണ്ട് ഇയർ ഡ്രം വച്ചിരിക്കുന്നതിന് കാരണം പ്രത്യേകിച്ച് പുറമേയുള്ള യാതൊരു ആഘാതവും നമ്മുടെ കർണപടത്തെ ബാധിക്കാതിരിക്കാനും നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പലരും വിചാരിക്കുന്നത് പോലെ ഈ ചെവിക്കായം എന്ന് പറയുന്നത് ചെവിക്കകത്തുണ്ടാകുന്ന ഒരു വേസ്റ്റ് അല്ല. ഈ ചെവിക്കായം എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കകത്തുള്ള സെറൂമിനസ് ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന ചെയ്യുന്ന സെറൂമിൻ എന്ന് പറയുന്ന ഒരു വാക്സ് പോലുള്ള മെഴുക് പോലിരിക്കുന്ന ഒരു സ്രവമാണ്. ഈ സ്രവം ചെവിക്കകത്ത് ഉണ്ടാകുന്നതിന്റെ ആവശ്യം എന്തെന്നറിയാവോ? ചെവിക്കകത്ത് നനവ് നിൽക്കുന്നതിനും അമിതമായിട്ട് ഡ്രൈ ആയി പോകാതിരിക്കുന്നതിനും ചെവിക്കകത്ത് ബാക്ടീരിയകളോ അല്ലെങ്കിൽ മറ്റു നമുക്ക് രോഗകാരികളും ചെന്ന് നമ്മുടെ ഇയർ ഡ്രമ്മിനെ കേടുവരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവയുള്ളത്. ഇവയ്ക്കകത്ത് നിറയെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ കോശങ്ങളാണ് ഉള്ളത്. ചെവിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവയെ പിടിച്ച് നശിപ്പിച്ച് കളയുകയാണ് ഈ വാക്സിന്റെ, ഈ ചെവിക്കായത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ചെവിക്കകത്തേക്ക് ഈച്ച കയറിയാലോ അല്ലെങ്കിൽ പറക്കുന്ന ചില ജീവികൾ കയറിയിരുന്നാലോ ഇവയ്ക്ക് പറക്കാൻ പറ്റാതെ ഇവയ്ക്ക് ചുറ്റും ഈ വാക്സ് വന്ന് ഒട്ടിപ്പിടിച്ച് ഇവ അതിനകത്തിരുന്ന് ക്രമേണ അങ്ങ് ചത്തുപോകും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്രവമാണ് ചെവിക്കായം. ചെവിക്കായം പലപ്പോഴും നമ്മൾ ആൾക്കാർ വേസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ ചെവിയുടെ പ്രതിരോധ ശേഷിയെ നമ്മൾ പതുക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യന്റെ ചെവിയിൽ ഉണ്ടാകുന്ന ഇയർ വാക്സ് നമ്മൾ എടുത്തു കളയേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാരണം ചെവിക്കകത്ത് വളരെ നേർത്ത തരത്തിലുണ്ടാകുന്ന ഈ മെഴുക് പോലുള്ള ഈ സ്രവം പലപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്തെല്ലാം തന്നെ ചെവിക്കകത്ത് നനവ് പോയിട്ട് ഇവ ആവശ്യത്തിൽ കൂടുതലുള്ളത് കഴുകി പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. ചെവി ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആകുകയാണ് ചെയ്യുന്നത്. ചെവിക്കകത്ത് വളരെ നേർത്ത സീലിയകളുണ്ട്, അതായത് രോമകൂപങ്ങളുണ്ട്. ഈ രോമകൂപങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെവിക്കകത്തുണ്ടാകുന്ന വാക്സിനെ പുറത്തേക്ക്, അതായത് ചെവിയുടെ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തോ കുളിക്കുന്ന സമയത്തോ അല്ല ഇവ ചെറിയ ഉരുളകളായിട്ട് ചെവിക്കകത്തുനിന്ന് പുറത്തേക്ക് പോകും. നമ്മളിത് അറിയാറ് പോലുമില്ല. എന്നാൽ ചിലരുടെ ചെവിയുടെ സ്ട്രക്ചറിന് ഇത്തിരി ചേഞ്ചസ് ഉണ്ടെങ്കിൽ, വല്ലാണ്ട് വളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ചെറിയ ചെവിയുടെ കനാലാണ് ഉള്ളതെന്നുണ്ടെങ്കിലോ ചെവിക്കകത്ത് ഫംഗസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ചിലർക്ക് ഈ വാക്സിന്റെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിന് വ്യത്യാസമുണ്ട്. അപ്പം വെള്ളം കുടിക്കാത്ത സ്വഭാവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെവിയിലുണ്ടാകുന്ന വാക്സ് വല്ലാണ്ട് കട്ടിവെക്കാൻ കാരണമാകും. ഇങ്ങനെ കട്ടിവെക്കുന്ന വാക്സ് ക്രമേണ അവിടെ അടിഞ്ഞുകൂടി കല്ല് പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വളരെ കട്ടിയായിട്ടുള്ള ചെവിക്കായം ചെവിക്കകത്ത് ഫോം ചെയ്യുന്നതിന്റെ കാരണം അതാണ്. ഇങ്ങനെ ചെവിക്കകത്ത് ഉണ്ടാകുന്ന ഈ ചെവിക്കായം എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ഈ ഇയർബഡിനെ ചെവിക്കകത്തിട്ട് തിരിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ഇയർബഡിന്റെ കാര്യം നിങ്ങൾ നോക്കിയേ. ഇയർബഡിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ഈ കനാലിന്റെ അത്രയും തന്നെ വലിപ്പമാണ് ഉള്ളത്. പലപ്പോഴും ഇതെടുത്ത് നമ്മൾ ചെവിക്കകത്ത് കുത്തുന്ന സമയത്ത് ചെവിക്കകത്ത് രൂപം കൊള്ളുന്ന ഈ ചെവിക്കായം പുറത്തേക്ക് വരികയല്ല ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഉള്ളിലേക്ക് നമ്മൾ തിരികെ കയറ്റി ഇയർ ഡ്രമ്മിന്റെ അടുത്തേക്ക് കൊണ്ട് ടൈറ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഇയർ ബഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെവിക്കകത്തുള്ള വാക്സിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് അത്യാവശ്യം 0.8 ഉള്ള ഒരു ഉപകരണം കൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ചെവിക്കകത്തേക്ക് കുത്തിക്കയറ്റി വയ്ക്കുന്ന ഈ ഇയർ വാക്സ് നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ അടുത്ത് ഉയരുന്ന കല്ല് പിടിച്ച് നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റാതെ ചെവി ക്രമേണ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വരാം. ചെവിയിൽ ഈ രൂപം കൊള്ളുന്ന ഇയർ വാക്സ്
വളരെ സ്ലോലി, അതായത് 1-2 വർഷം കൊണ്ട് സ്ലോലിയാണ് ചെവിക്കകത്ത് വന്നങ്ങ് ഇമ്പാക്റ്റ് ആകുന്നത്. പലപ്പോഴും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുമ്പത്തെ അത്രയും നമുക്ക് ഈ ചെവിയിൽ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത് നമ്മളൊരു ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിക്കുന്നതും വാക്സ് അല്ലെങ്കിൽ ചെവിക്കായി ഇത്രയും ഉള്ളിലേക്ക് അടിഞ്ഞുകൂടി ഇരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നതും. പലപ്പോഴും നമ്മൾ ഈ വാക്സ് റിമൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ബഡ്സ് എടുത്ത് വെച്ച് കുത്തുന്നത്. ഇത്തരത്തിൽ ചെവിക്കകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള വാക്സിനെ റിമൂവ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് ഈ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെവിത്തോണ്ടിയോ ഇല്ലെങ്കിൽ ബഡ്സോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ കൂർത്ത എന്തെങ്കിലും സാധനങ്ങളോ സ്ലൈഡോ കൊണ്ടൊന്നും സാധിക്കത്തില്ല. പിന്നും സ്ലൈഡും എല്ലാം കൊണ്ട് നമ്മൾ ചെവിക്കകത്ത് കുത്തുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ചെവിക്കകത്ത് പലപ്പോഴും അതിന്റെ ഉൾവശത്ത് വളരെ നേർത്ത ഈ സ്കിന്നിന്റെ പാളിയാണുള്ളത്. സ്കിന്നിന്റെ പാളിയിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവും. ഈ മുറിവിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെവി ഇൻഫെക്ഷനായി ആകെപ്പാടെ അലമ്പായി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഡോക്ടറെ പോയി കാണുകയും ഈ ഇൻഫെക്ഷന് മരുന്നെടുക്കുകയും പിന്നെ മര്യാദയ്ക്ക് വാക്സ് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വസ്തുക്കൾ കൊണ്ടും ചെവിക്കകത്ത് നമുക്ക് കുത്തി വൃത്തിയാക്കാനായിട്ട് സാധിക്കത്തില്ല. ഡോക്ടർമാർ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇയർ പ്രോബ് എന്നോ അല്ലെങ്കിൽ സെറൂമൻ സ്പൂൺ എന്നോ വിളിക്കുന്ന ചെറിയൊരു ഉപകരണമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, കൂർത്ത അറ്റമോ അല്ലെങ്കിൽ സ്പൂണ് പോലുള്ള അഗ്രമോ ആണ് ഉപയോഗിക്കുന്നത്. ഇവ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡോക്ടർമാർക്ക് ഇതിന്റെ അറ്റം ഏത് ഭാഗത്താണ് കൃത്യമായി എത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും അവ ഡോക്ടർമാർ നീക്കം ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ വാക്സിൻ നീക്കം ചെയ്യുന്നതിന് ഡോക്ടർമാർ സക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് വെള്ളം അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ചെവിക്കകത്തേക്ക് പമ്പ് ചെയ്തിട്ട് അവ നീക്കം ചെയ്യുന്ന ഒരു രീതിയും ഉണ്ട്. ഇതെല്ലാം ഡോക്ടർമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്നതല്ല. നോർമലി നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാക്സിൻ നീക്കം ചെയ്യപ്പെടും. ഇനി അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് വാക്സ് ഇരിപ്പുണ്ടെങ്കിൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്കുകൾ ഇത്തരത്തിൽ ബഡ്സ് എടുത്ത് വെച്ച് കുത്തുകയല്ല. ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, നിങ്ങൾക്ക് വീട്ടിൽ തേങ്ങാപ്പാൽ കാച്ചി ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് സാധാരണ ഉള്ള എണ്ണയേക്കാൾ കട്ടി ഒരല്പം കുറവാണ്, എന്നാൽ എണ്ണയുടെ ഒരു കൺസിസ്റ്റൻസിയും ഉണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ നിങ്ങളൊരു ഫില്ലറിൽ വല്ലതും എടുത്തിട്ട് 1, 2, 3 തുള്ളി നിങ്ങൾ ചരിഞ്ഞു കിടന്ന് ആ ചെവിയിലേക്ക് ഒഴിക്കുക. കിടക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സ് കുതിർന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇത് ചെവിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകി പോവുക ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ചെവിയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ചരിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കിടക്കുക, ചെവിയിൽ നിന്ന് ഈ വാക്സ് ഒഴുകിപ്പോകും. എന്നിട്ടും പോകാത്ത വാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം നീക്കം ചെയ്യേണ്ട കാര്യമാണ്. അതല്ലാതെ നിങ്ങൾ ബഡ്സ് വെച്ച് കുത്തിയാൽ ഒരിക്കലും അത് വാക്സിന് നീക്കം ചെയ്യപ്പെടുകയല്ല, വാക്സ് ഉള്ളിലേക്ക് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി പലരും ചെയ്യുന്നത് ചെവിക്കകത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ചൊറിച്ചിൽ പോകുന്നതിന് വേണ്ടി ബഡ്സ് എടുത്ത് വെച്ച് കുത്തുന്നത് കണ്ടിട്ടുണ്ട്. ചെവിക്കകത്ത് ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് ഒന്ന് അലർജി വിട്ടുമാറാതെ ജലദോഷം, തുമ്മൽ, കണ്ണ് ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് അതോടൊപ്പം തന്നെ ചെവിക്കകത്ത് ചൊറിച്ചിൽ വരാം. തലയിൽ താരൻ, സെബോറിക് ഡെർമറ്റൈറ്റിസ് അമിതമായിട്ടുള്ളവർക്ക് ചെവിക്കകത്തും ഈ ഡെർമറ്റൈറ്റിസ് ഉണ്ടായിട്ട് ചെവിക്കകത്ത് അമിതമായി ചൊറിച്ചിൽ അനുഭവപ്പെട്ടെന്ന് വരാം. ചെവിക്കകത്ത് വളരുന്ന ചിലയിനം ഫംഗസുകളുണ്ട്, പൂപ്പൽ ബാധയുണ്ട്. ഈ പൂപ്പൽ ബാധയിലും ചെവിക്കകത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടും. നിങ്ങൾ ഈ ചൊറിച്ചിൽ പോകുന്നതിന് വേണ്ടി ബഡ്സോ പിന്നോ ഉപയോഗിച്ച് കുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെവിത്തോണ്ടി എടുത്തിട്ട് മാന്തുകയോ ചെയ്യുമ്പോൾ ചെവിക്കകത്ത് മുറിവുണ്ടായി ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ചൊറിച്ചിൽ വല്ലാണ്ട് കൂടാനാണ് കാരണം. അതുകൊണ്ട് ഇത്തരത്തിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലിന് കാരണം എന്താണ്, അതിനെ ട്രീറ്റ് ചെയ്യുക, ചെവിയുടെ ബുദ്ധിമുട്ട് മാറും. അല്ലാതെ ബഡ്സ് ഇട്ട് ചൊറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നിങ്ങൾ ചെവി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.